ഇവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കോൺഗ്രസ് ആശയപരമായോ സംഘടനാപരമായോ അനുകൂലിക്കുന്നില്ല. കേരളത്തിലെ UDF സർക്കാർ അത് നടപ്പാക്കാനും പോകുന്നില്ല. PM ശ്രീയിൽ ഒപ്പിട്ടത് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ കാലത്താണ്. ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം ലേഖനം എഴുതിയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, PM ശ്രീയെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന അഭിപ്രായം മാറി, ഇപ്പോൾ നല്ല അഭിപ്രായമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾക്ക് ഇപ്പോഴും അപ്പോഴും PM ശ്രീയെക്കുറിച്ചിട്ട് അത്ര നല്ല അഭിപ്രായമല്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഇത് ശരിയായിരുന്നു എന്നാണ് അവർ അന്ന് പറഞ്ഞത്. ശരിയായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് 3 വർഷക്കാലം അവർ വെച്ച് താമസിപ്പിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു പണം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോൾ അരുൺകുമാർ തന്നെ പറഞ്ഞത് എന്താ, കേന്ദ്ര സർക്കാരിൽ നിന്ന് SSAയുടെ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ നിലപാടിൻ്റെ പേരിലാണ് ഒപ്പിട്ടത്. തന്ത്രപരമായ നിലപാടിൻ്റെ പേരിൽ സംഘപരിവാർ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ നിലപാട് എന്താന്ന്. ഞങ്ങളുടെ നിലപാട്, നിങ്ങൾ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഇനി എന്തൊക്കെ ചെയ്യണം, മുന്നോട്ട് പോകേണ്ടി വന്നാൽ അതെങ്ങനെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണത്തെ അവഗണിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പിന്മാറാൻ പറ്റുമെന്ന് പരിശോധിക്കാനുള്ള അധിക ബാധ്യത കൂടി നിങ്ങൾ ഞങ്ങൾക്ക് തന്നേക്കുകയാണ്. നിങ്ങൾ അന്ന് തന്ത്രപരമായി പണം കിട്ടാൻ വേണ്ടിയിട്ട് സംഘപരിവാർ താല്പര്യങ്ങൾക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ നിലപാട് എന്താന്ന്. ഇനി കേരളത്തിൻ്റെ മഞ്ഞക്കുറ്റി പറിച്ചു കളഞ്ഞത് അരുൺകുമാറിന് നല്ല വിഷമം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ കേരളത്തിലെ മനുഷ്യർ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു. ഇനി താങ്കൾ ഇവിടെ കുറേ കാര്യം പറഞ്ഞില്ലേ, താങ്കൾ പറഞ്ഞ എല്ലാ ആക്ഷേപത്തിനും എനിക്ക് മറുപടി ഉണ്ട്. പെട്രോളിയത്തിൻ്റെ അധിക നികുതി കുറച്ചു കൊടുക്കും എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് അത് കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ ആവശ്യം ഉന്നയിക്കുന്നു. ഞങ്ങൾ അന്ന് പറഞ്ഞ ആവശ്യം ശരിയായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇനി അത് കുറയ്ക്കുന്നതാണ് തർക്കം. അത് കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് വ്യക്തിപരമായിട്ടും എൻ്റെ അഭിപ്രായം, പെട്രോളും CNG ഒക്കെ അടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. പക്ഷേ 22 ദിവസം മാത്രമായിട്ടുള്ള ഒരു സർക്കാരിന് കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതി പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് സാഹചര്യം എന്ന് നോക്കിയിട്ട് വേണം അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. 10 വർഷക്കാലം ധനകാര്യ വകുപ്പ് കയ്യിലിരുന്ന നിങ്ങൾ എന്തുകൊണ്ട് കുറയ്ക്കാതിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കാതിരുന്നത് കൊണ്ടാണോ? ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ധവളപത്രം പുറത്തിറക്കി സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി ഇനി കുറയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അതിനെക്കുറിച്ചിട്ടും ആലോചിക്കണം, പഠിക്കണം, ചെയ്യേണ്ടതുണ്ട്. ഇനി PSC റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ കാലാവധി നീട്ടിക്കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? അതിന് ചില നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത കാര്യം തീരുമാനിച്ചു. SIമാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ട് 42 SIമാരെ നിയമനത്തിനുള്ള ശുപാർശ കൊടുത്തില്ലേ, തീരുമാനിച്ചില്ലേ? നിങ്ങൾ ചെയ്തോ? ഇനി മോഡി പിടിപ്പിക്കലിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിന്റെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. നിങ്ങൾ മോഡി പിടിപ്പിച്ച പോലെയാണോ എന്ന് കൂടി പരിശോധിക്കണം കേട്ടോ. ആ 45 ലക്ഷത്തിന്റെ തൊഴുത്തും 45 ലക്ഷത്തിന്റെ നീന്തൽക്കുളവും 25 ലക്ഷത്തിന്റെ ലിഫ്റ്റും ഒക്കെ മോഡി പിടിപ്പിച്ചോ എന്നും കൂടി ഒന്ന് പരിശോധിക്കണം. ഇനി പിണറായി വിജയൻ എന്താണ് കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാത്തത്? അതും മോഡി പിടിപ്പിക്കൽ നടക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമില്ല. പണ്ടത്തെ മോഡി പിടിപ്പിക്കലല്ല ഇപ്പൊ നടക്കുന്നത്. ഇനി അതിനേക്കാൾ വലിയ മോഡി പിടിപ്പിക്കൽ വന്നാൽ അന്ന് പറഞ്ഞ അതേ ആക്ഷേപം ഇപ്പോഴും പറയും. ഇനി പിണറായി വിജയൻ വാങ്ങിയ ഹെലികോപ്റ്റർ പോലീസിന്റെ ഹെലികോപ്റ്ററായി ഉപയോഗിക്കുന്നതിൽ എന്താ തർക്കമുള്ള നിങ്ങൾക്ക്? അന്ന് പിണറായി വിജയൻ ഒറ്റയ്ക്ക് നടന്നു, ഇന്നത് പോലീസിന്റെയും മറ്റു അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നയപരമായ ശരിയായ തീരുമാനമല്ലേ? ആ ഹെലികോപ്റ്റർ പിണറായി വിജയൻ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണോ ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തെയോ ആ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് മുതലോ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഈവൻ ഈ അവയവ ട്രാൻസ്പോർട്ടേഷൻ അടക്കം. തീർച്ചയായിട്ടും അഭിലാഷേ, അത്തരം കാര്യങ്ങളിലും ചില സാഹചര്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഹെലികോപ്റ്റർ എടുത്തതിന്റെ അതിന്റെ വാടക, അതിന്റെ മറ്റേ മന്ത്ലി വാടക കൊടുക്കുന്നത്, അതിന്റെ മറ്റ് ട്രാൻസാക്ഷനൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ സംശയങ്ങളും നിലനിന്നിരുന്നു. അങ്ങനെയല്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ ഒരു സുതാര്യതയോടെയാണ് അത് നടപ്പാക്കുന്നത്. ഒരേ കാര്യം 2 കൂട്ടർ നടപ്പാക്കുന്നത് 2 വ്യത്യസ്ത രീതിയിലാണ്. ഒന്ന് സുതാര്യമായിട്ട്, മറ്റൊന്ന് വളരെ ഗോപ്യമായിട്ട്. ഇനി വികസനം, നല്ല കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ അഭിലാഷേ. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി അത് തുടരും. മോശപ്പെട്ട കാര്യങ്ങളും കൊള്ളയും ഉണ്ടെങ്കിൽ അത് തടഞ്ഞു വയ്ക്കും, പിടിക്കും. അത് കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. ഇനി കോവിഡും നിപ്പയും ഇപ്പോൾ നിങ്ങൾ പറയുന്ന K മുരളീധരൻ പിടിച്ചു കെട്ടിയില്ലെന്നാ. നിങ്ങൾ KK ശൈലജയും മറ്റേ വീണ ജോർജും പിടിച്ചു കെട്ടിയ കോവിഡും നിപ്പയും ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വൈറോളജി ലാഭം കൊണ്ടുവന്നാണ് നിങ്ങൾ പറഞ്ഞേ. അതൊക്കെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ നിപ്പയും കോവിഡ് ഇപ്പോൾ വരുന്നത്? അപ്പോൾ അന്ന് നിങ്ങൾ പിടിച്ചു കെട്ടിയില്ല. ഇത് ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമായിട്ട് ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷെ അന്ന് വന്ന നിപ്പയാണല്ലോ ഇപ്പോഴും വരുന്നത്. K മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പോക്കറ്റിലിട്ട് കൊണ്ടുവന്ന നിപ്പയൊന്നുമല്ലല്ലോ. അന്ന് പിടിച്ചു കെട്ടിയെന്ന് അവകാശപ്പെട്ട് PR വാർത്ത കൊടുത്ത് പ്രചരണം നടത്തി തുടർഭരണത്തിന് വേണ്ടി ശ്രമിച്ച ആളുകൾ
അന്ന് പിടിച്ചു കെട്ടിയ നിപ്പ പിന്നെ ഒളിച്ചിരുന്നിട്ട് കെ മുരളീധരൻ വന്നപ്പോൾ പുറത്തിയാടിയതാണോ? അങ്ങനെയല്ലല്ലോ. അപ്പൊ യാഥാർത്ഥ്യം എന്താണ്? നിപ്പയെയും കോവിഡിനെ ഒന്നും പിടിച്ചു കെട്ടിയില്ല, ചുമ്മാ തള്ളിയേ ഉള്ളൂ. അത് ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി ആനയുടെ കാര്യം, 22 ദിവസമായ ഇപ്പോൾ നമ്മൾക്ക് ഈ കേരളത്തിലെ എല്ലാ ഫോറസ്റ്റ് ഏരിയയിലും പോയി കിടങ്ങുണ്ടാക്കാൻ പറ്റില്ലല്ലോ. വനം വന്യജീവി പ്രശ്നം അഡ്രസ് ചെയ്യാൻ വെച്ചതിന്റെ 45% മാത്രം ചെലവഴിച്ച ഒരു സർക്കാരിന്റെ പ്രതിനിധി വന്നിരുന്നു പറയാ 22 ദിവസമായിപ്പോ ആന ചവിട്ടിക്കൊന്നില്ലെന്ന്. ആന ചവിട്ടിക്കൊന്ന മനുഷ്യർക്ക് മനുഷ്യ സഹജവും സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നതുമായിട്ടുള്ള നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവരെ കരുതലോടെ സ്വീകരിക്കുന്നു, നഷ്ടപരിഹാരം കൊടുക്കുന്നു. അതിന് പകരം മറ്റേ ഫാഷൻ ഷോയിൽ പോയി ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയല്ല ചെയ്തത്. പകരം ഇനി അടിയന്തരമായിട്ട് ബജറ്റിൽ ഉൾപ്പെടുത്തി ബാക്കി പദ്ധതികളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷേ, ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന BJP-കാരോട് ചാണകവും ഗോമൂത്രവും കഴിച്ചാൽ സകല രോഗങ്ങൾക്കുമുള്ള ശാന്തി കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ റഡാറിന്റെ മറ്റേ മഴമേഘങ്ങളുള്ളപ്പോൾ റഡാറിന്റെ മറ്റേ കിരണങ്ങൾ വരില്ലെന്നും അതിന്റെ റേഡിയേഷൻ വരില്ലെന്നൊക്കെ പറഞ്ഞ് താന്നു പറക്കാൻ പറഞ്ഞ പ്രധാനമന്ത്രിയുള്ള കാലത്തും മറ്റേ വിമാനം പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം എന്ന് പറഞ്ഞ ആളുകളും അതുപോലെ ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് പറഞ്ഞ BJP-യുടെ കേന്ദ്രമന്ത്രിയൊക്കെ ഉള്ള ആളുകളാണ് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ NEP കൊണ്ടുവരുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നിങ്ങൾ നാട്ടിലെ കേരളത്തിലെ പാവപ്പെട്ടവരോട് പറയുമ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. അക്കാര്യത്തിൽ നിങ്ങൾ തർക്കത്തിനൊന്നും വരേണ്ട കാര്യമില്ല.